റിപ്പോർട്ടർ ബ്രേക്കിംഗ്. എറണാകുളത്ത് ഫ്ലിപ്കാർട്ടിനെ കബളിപ്പിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് കണ്ടെത്തൽ. 4 ഡെലിവറി ഹബ് ഇൻചാർജുമാർ ഇപ്പോൾ ഒളിവിലാണ്. കൂടുതൽ പ്രതികൾക്കുള്ള സാധ്യതയുണ്ട്. 1,61 ലക്ഷം വില വരുന്ന ഫോണുകളാണ് പ്രതികൾ തട്ടിയെടുത്തത്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്, ഈ ഫോണൊക്കെ യഥാർത്ഥത്തിൽ മറ്റു ചില ആളുകൾക്ക് കിട്ടേണ്ടതായിരുന്നു. ആ ഫോൺ കമ്പനിക്കാർ ഫ്ലിപ്കാർട്ടിലോട്ട് അയച്ചു കൊടുക്കുന്നു. എന്നാൽ ഈ ഫോണുമായിട്ട് ഈ ചങ്ങാതിമാർ മുങ്ങുന്നു. വലിയ ഒരു ആസൂത്രണം ഇതിന് തൊട്ടു പിന്നിലുണ്ട്. നമ്മൾ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഡെലിവറി ഏജന്റുമാർ വിചാരിച്ചാൽ തട്ടിപ്പ് നടത്താൻ സാധിക്കുമെന്ന്. പക്ഷേ ഇത് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ആസൂത്രണം ഉണ്ടായിരുന്നോ ഈ തട്ടിപ്പിന് പിന്നിൽ, ശരൺ? അരുൺകുമാർ, വലിയ ആസൂത്രണം തന്നെ ഉണ്ടായി. അത് മാസങ്ങളുടെ ആസൂത്രണം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ സൈബർ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആലുവ സൈബർ പോലീസ് സംബന്ധിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഡെലിവറി ഹബ്ബ് ഇൻചാർജുമാരായിട്ടുള്ള 4 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കുറുപ്പമ്പടി, മൂവാറ്റുപുഴ അടക്കമുള്ള ഡെലിവറി ഹബ്ബിലെ ഇൻചാർജുമാർക്കെതിരെയാണ് കേസ് എടുത്തിരുന്നത്. ഇതിന് പിന്നാലെ തെളിവ് ശേഖരണത്തിലേക്ക് പോലീസ് കടന്നിരുന്നു. പ്രധാനമായിട്ടും ഈ ഫോണ് വാങ്ങിയ ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റു രീതിയിലുള്ള തെളിവ് ശേഖരണമൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. ഇതിന് പുറമെയാണ് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ സൈബർ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ 4 പേരും ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് എന്ന നിലയിലാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിസ്സാരമായിട്ടൊരു തട്ടിപ്പല്ല. 1ഉം 2ഉം മൊബൈൽ ഫോണല്ല ഇവിടെ നഷ്ടമായിരിക്കുന്നത്. പ്രതികൾ കൈക്കലാക്കിയിരിക്കുന്ന 332 മൊബൈലുകളാണ്. അത് ഏറ്റവും വില കൂടിയ മൊബൈൽ ഫോണുകളാണ്. ഐഫോൺ, സാംസങ് ഗാലക്സി അടക്കമുള്ള ഏറ്റവും ഉയർന്ന വിലയുള്ള മൊബൈൽ ഫോണുകൾ കൂടിയാണ്. അതിങ്ങനെയാണ് 1,61 ലക്ഷത്തിന്റെ തട്ടിപ്പ് ഇവിടെ നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് ഫ്ലിപ്കാർട്ടിന് കൃത്യമായി തന്നെ ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആരൊക്കെയാണ് പ്രതികൾ എന്നുള്ളത് മനസ്സിലാക്കാൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് വിവരം കൈമാറുകയും ചെയ്തിട്ടുള്ളത്. ഇനി പോലീസിനെ സംബന്ധിച്ച ഈ 4 പേരെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുള്ളതാണ്. അതായത് നിലവിലെത്തിയിരിക്കുന്ന നിഗമനം ഇത് വലിയൊരു ആസൂത്രണം ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. മാസങ്ങൾ ആസൂത്രണം ഉണ്ടായെന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറം കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നുള്ള സംശയം കൂടി പോലീസിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും മറ്റാർക്കൊക്കെ പങ്കുണ്ടെന്നുള്ള കാര്യത്തിലും വ്യക്തത വരിക. താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. എന്തൊരു തട്ടിപ്പാണ്! 1,61 ലക്ഷം വില വരുന്ന ഫോണുകളാണ് ഈ ഡെലിവറി മാനേജർമാരടക്കമുള്ളവർ ചേർന്ന് തട്ടിപ്പ് നടത്തി.